ഹായ് എവരിവൺ. ന്യൂമറിക്കൽ ഇന്റർപോളേഷൻ എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ എന്താണ് ന്യൂമറിക്കൽ ഇന്റർപോളേഷൻ എന്ന് നോക്കാം. y is equal to f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് എക്സാക്ട്ലി ഈ ഫംഗ്ഷൻ എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് വിചാരിക്കാം. ഓക്കെ, എക്സ്പ്ലിസിറ്റ് ആയിട്ട് y is equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ലാബിലോ എവിടെയെങ്കിലും നടത്തിയ കുറേ എക്സ്പെരിമെന്റ്സ് മാത്രം നമുക്കറിയാം. അപ്പോൾ അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് രണ്ട് സെറ്റ് ഓഫ് വാല്യൂസ് നമുക്കുള്ളത്. ഒരു എക്സ് വാല്യൂ, ഒരു വൈ വാല്യൂ ആണ് നമുക്കുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് വാല്യൂസ്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് എക്സിന് നമുക്കൊരു വാല്യൂ ഉണ്ട്, അത് എക്സ് നോട്ട് ആണ്. അപ്പോൾ ആ എക്സ് നോട്ട് എന്ന് പറഞ്ഞ വാല്യൂ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു വൈ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട്. സോ യു ക്യാൻ സേ ഇൻ ജനറൽ എക്സ് നോട്ട് ഈസ് ദ ഇൻപുട്ട് ആൻഡ് വൈ നോട്ട് ഈസ് ദ ഔട്ട്പുട്ട്. അപ്പോൾ എക്സ് നോട്ട് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് എ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പോൾ എക്സ് നോട്ട് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം, അതിനനുസരിച്ചിട്ടാണ് യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സ് നോട്ടും വൈ നോട്ടും തമ്മിൽ, അല്ല എക്സും വൈയും തമ്മിൽ എക്സാക്ട് റിലേഷൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. Okay, but for different values of x, actually we get different values of y, and those values are x0, y0, x1, y1, and x2, y2, etc. xn, yn. അപ്പോൾ ഇങ്ങനെ നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയും. ഫസ്റ്റ് വാല്യൂസ് x0, y0, then x1, y1, x2, y2, etc. xn, yn. അപ്പോൾ ഈ തന്നിരിക്കുന്ന, ആക്ച്വലി ഹിയർ വി ഹാവ് n+1 വാല്യൂസ് ഉണ്ട്. ഈ n+1 വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഇല്ലാത്ത ഏതെങ്കിലും ഒരു എക്സിന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഇപ്പോൾ ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ x1 ആൻഡ് x2 വി ഹാവ് എ പെർട്ടിക്കുലർ എക്സ് വാല്യൂ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ എക്സിന്റെയും x1 x2 ഇടയ്ക്കുള്ള ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വാല്യൂ വൈ വാല്യൂ കണ്ടുപിടിക്കണം. ഓൾറൈറ്റ്, വൈ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ്, okay, so with respect to these n given values, finding the y value corresponds to an arbitrary x value. ഇതിനാണ് നമ്മൾ ഇന്റർപോളേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ എക്സ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് നോട്ട് മുതൽ എക്സ് എൻ വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂവിന്റെ ഇടയ്ക്കുള്ള പോയിന്റ് ആയിരിക്കും. എക്സാക്ട്ലി ഇതിന് ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആയിരിക്കും. ഇതിനാണ് നമ്മൾ ഇന്റർപോളേഷൻ എന്ന് പറയാം. ഇനിയിപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഒരുപക്ഷെ ഇഫ് ഇറ്റ് ഈസ് ബിയോണ്ട് എക്സ് എൻ, ഇപ്പൊ എക്സ് എന്നിന് ശേഷമാണ് നമ്മളൊരു എക്സ് പരിഗണിക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വൈ കണ്ടുപിടിക്കാൻ പറ്റും. അല്ല എക്സ് നോട്ടിന് മുമ്പ് നമ്മളൊരു എക്സ് പരിഗണിച്ചാൽ അതിന് കറസ്പോണ്ടിങ് ഒരു വൈ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളതിന് നമ്മൾ എക്സ്ട്രാപോളേഷൻ എന്ന് പറയാം. ഇപ്പൊ എക്സ് നോട്ട് മുതൽ എക്സ് എന്നിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിന്റെ വൈ വാല്യൂവിനെ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഇന്റർപോളേഷൻ എന്ന് പറയും. ഓക്കെ, അതുപോലെ എക്സ് നോട്ട് ടു എക്സ് എന്നിന്റെ പുറത്തുള്ള ഇന്റർവെല്ലിലുള്ള ഏതെങ്കിലും എക്സിന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ എക്സ്ട്രാപോളേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് വി ആർ ഫൈൻഡിങ് ദിസ് വാല്യൂ ന്യൂമറിക്കലി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ന്യൂമറിക്കൽ അപ്രോക്സിമേഷൻ ആണ് ഇവിടെ നമ്മൾ നടത്തുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇന്റർപോളേഷൻ നടത്താൻ തന്നിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് n+1 വാല്യൂ വെച്ചിട്ട് ഇന്റർപോളേഷൻ നടത്താൻ നമുക്ക് കുറേ ടെക്നിക്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ഇന്റർപോളേഷൻ ഫോർമുലാസ് ആണ്. രണ്ട് ഫോർമുലാസ് ഉണ്ട്, ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ആൻഡ് ന്യൂട്ടൺസ് ബാക്ക്വേഡ് ഇന്റർപോളേഷൻ ഫോർമുല. ദെൻ ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ, ദെൻ ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസസ്. ഇത് മൂന്ന് ഇന്റർപോളേഷന്റെ പ്രോബ്ലംസ് ആണ്. ഇത് മൂന്ന് ഡിഫറെന്റ് അൽഗോരിതംസ് ആണ്. ഓരോന്നും യൂസ് ചെയ്യുന്നതിന് ഓരോ കോണ്ടെക്സ്റ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് മൂന്നും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ് ഇന്റർപോളേഷൻ ആണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഫൈനൈറ്റ് ഡിഫറൻസസ് അല്ലെങ്കിൽ ഫോർവേഡ് ഡിഫറൻസസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്തതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫോർവേഡ് ഡിഫറൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യും, അതിനുശേഷം നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുലയിലേക്ക് പോകും. ഓക്കെ, so let's consider x0, y0, x1, y1, etc. xn, yn be n+1 tabulated points of y is equal to f of x. അപ്പോൾ y is equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് അൺനോൺ ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അടുത്ത ഒരു അസംഷൻ കൊടുക്കുന്നത് ഇതാണ്, assume xi's are equally spaced. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ x1, x2, etc. xn എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള വാല്യൂസിന്റെ ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വാല്യൂ x0 ആണ്. അപ്പോൾ x1 എന്ന് പറയുന്നത് x0 കൂടി ഒരു h എന്ന് പറഞ്ഞ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും x1 എന്ന് പറയാം. x2 എന്ന് പറയുന്നത് x1 കൂടി h ആഡ് ചെയ്യുന്നതായിരിക്കും. വേറെ തരത്തിൽ പറഞ്ഞാൽ x0 കൂടി 2 പ്രാവശ്യം h ആഡ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, നമുക്ക് ഇങ്ങനെ ജനറലി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ജനറലി എക്സ് എൻ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ തൊട്ട് മുൻപുള്ള എക്സ് എൻ മൈനസ് വണ്ണിനോടുകൂടി എച്ച് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സ് നോട്ട് പ്ലസ് എൻ ടൈംസ് എച്ച് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഈക്വലി സ്പേസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ് നോട്ടിന് 5, 10, 15, 20 എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന പോലെ എല്ലാം ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും വാല്യൂസ്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇതിൽ കിട്ടുന്ന നമുക്കൊരു കണ്ടീഷനാണ് nth ടൈം എക്സ് എൻ ഇസ് ഈക്വൽ ടു സം എക്സ് നോട്ട് പ്ലസ് എൻ ടൈംസ് എച്ച് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എൻ എന്ന് പറയുന്നത് ഇൻ്റർവെൽസ് ആണ്. എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ എക്സെട്ര. എക്സ് എൻ മൈനസ് വൺ, എക്സ് എൻ എന്ന് പറയുന്ന ഇൻ്റർവെൽ. അങ്ങനെ n ഇൻ്റർവെൽസ് ആയിരിക്കും കാണാൻ പറ്റുക. എച്ച് എന്ന് പറയുന്നതായിരിക്കും ഇത് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞത്. അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് y വാല്യൂസ്. അപ്പോൾ ഈ എക്സിൻ്റെ കേസിൽ ഇത് ഈക്വലി സ്പേസ്ഡ് ആയതുകൊണ്ട് അടുത്തടുത്ത ഏത് രണ്ട് വാല്യൂ എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും യു വിൽ ഗെറ്റ് എച്ച്. ഇപ്പോൾ എക്സ് വൺ മൈനസ് എക്സ് നോട്ട് എടുത്താലും എച്ച് കിട്ടും, എക്സ് ടു മൈനസ് എക്സ് വൺ എടുത്താലും എച്ച് കിട്ടും. അങ്ങനെ ഏത് അടുത്തടുത്ത രണ്ട് വാല്യൂവിൻ്റെ ഡിഫറൻസ് നമുക്ക് എച്ച് എന്നാണ് കിട്ടുക. പക്ഷേ ഈ ഒരു ഈക്വൽ സ്പേസിങ് വൈയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ഇത് ഏതോ ഒരു ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ് ഈ വാല്യൂ മാറുക. അപ്പോൾ ഇത് ഈക്വലി സ്പേസ്ഡ് ആയിക്കൊള്ളണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. റൈറ്റ്, ഇറ്റ് ക്യാൻ ബി എനി n+1 ആർബിട്രറി പോയിന്റ്സ്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ആ ഡിഫറൻസിനെയാണ് നമ്മൾ ഫോർവേഡ് ഡിഫറൻസുകൾ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ നൊട്ടേഷൻ ഇതാണ്. ഓക്കെ, സോ ഫോർവേഡ് ഡിഫറൻസിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ഫോർവേഡ് ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എന്ന് പറയുന്ന നൊട്ടേഷൻ വെച്ചിട്ടാണ്. സോ ഡെൽറ്റ വൈ ഐ, വൈ ഐ എന്ന് പറയുന്നത് y1, y2 എക്സെട്ര yn പറഞ്ഞ ഏത് വാല്യൂ ആവാം. ഡെൽറ്റ വൈ ഐ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്ന ഇതാണ് yi+1 മൈനസ് വൈ ഐ. ഇതാണ് ഇതിൻ്റെ ഫോർവേഡ് ഡിഫറൻസ്. ഓക്കെ, അതായത് i+1th ടേമിൽ നിന്നും ith ടേം കുറയ്ക്കുന്നതായിരിക്കും ഡെൽറ്റ വൈ ഐ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെൽറ്റ വൈ നോട്ട് എന്ന് പറയുന്നത് y1 മൈനസ് വൈ നോട്ട് ആയിരിക്കും. അതുപോലെ ഡെൽറ്റ y1 എന്ന് പറയുന്നത് y2 മൈനസ് y1 ആയിരിക്കും, എക്സെട്ര എക്സെട്ര. ഡെൽറ്റ വൈ എൻ മൈനസ് വൺ എന്ന് പറയുന്നത് വൈ എൻ മൈനസ് വൈ എൻ മൈനസ് വൺ ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് എന്ന് വിളിക്കുക. ഇത് നമ്മൾ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ ഇത് എല്ലാം ഫസ്റ്റ് ഓർഡർ ഡിഫറൻസുകളാണ്. ഇതെല്ലാം ഫസ്റ്റ് ഓർഡർ ഡിഫറൻസുകളാണ്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻസുകളാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഫോർവേഡ് ഡിഫറൻസിൻ്റെ തന്നെ സെക്കൻഡ് ഓർഡർ ഡിഫറൻസുകൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഡിഫറൻസുകളുടെ ഡിഫറൻസുകളാണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെൽറ്റ സ്ക്വയർ വൈ എൻ അല്ലെങ്കിൽ വൈ ഐ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. ഡെൽറ്റ സ്ക്വയർ വൈ ഐ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ വൈ i+1 മൈനസ് ഡെൽറ്റ വൈ ഐ എന്ന് കിട്ടും. ഓക്കെ, അതായത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻസുകളുടെ ഡിഫറൻസ് ആണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻസുകൾ. ഇതുപോലെ നമുക്ക് തേർഡ് ഓർഡർ ഡിഫറൻസ്, ഫോർത്ത് ഓർഡർ ഡിഫറൻസുകളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിമിലർലി ഡെൽറ്റ ക്യൂബ് വൈ ഐ മീൻസ് ഡെൽറ്റ സ്ക്വയർ വൈ i+1 മൈനസ് ഡെൽറ്റ സ്ക്വയർ വൈ ഐ എന്ന് എഴുതാം. ഓക്കെ, ഇതുപോലെ നമുക്ക് ഹയർ ഓർഡർ ഡിഫറൻസുകളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇവിടെ ഈ വൈ എന്ന് പറയുന്ന നൊട്ടേഷൻ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ വൈ എന്ന് തന്നെയാണ് എഴുതാറ്, ചില സ്ഥലത്ത് ഇത് എഫ് എന്നും എഴുതി കാണാറുണ്ട്. കാരണം നമ്മൾ ജനറലി പറയുന്നത് y is equal to f of x എന്നാണ്. സോ ഐദർ യു ക്യാൻ യൂസ് ഡെൽറ്റ വൈ ഐ ആൻഡ് സോ ഓൺ, ഓർ യു ക്യാൻ യൂസ് ഡെൽറ്റ എഫ് ഐ, ഡെൽറ്റ എഫ് i+1 എന്ന രീതിയിൽ നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കൺവീനിയൻസ് അനുസരിച്ച് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർവേഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു ഒരു ടേബിൾ ആയിട്ട് എഴുതുകയാണെന്ന് വിചാരിക്കും. ഇതൊരു ടേബിൾ ആയിട്ട് എഴുതാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ടേബിൾ ആയിട്ട് എഴുതുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് ടേബിൾ, ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ എന്നാണ് നമ്മൾ അതിനെ പറയാം. ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന ഇതാണ്. ഫസ്റ്റ് നമ്മൾ എക്സിൻ്റെ വാല്യൂ എഴുതും, പിന്നെ വൈയുടെ വാല്യൂ എഴുതും. റൈറ്റ്, സോ എക്സ് നോട്ട് വൈ നോട്ട്, x1 y1, x2 y2, x3 y3. Okay, I write only these 4 points. 4 പോയിന്റ്സ് മാത്രമേ ഇവിടെ തൽക്കാലം എഴുതുന്നുള്ളൂ. അപ്പോൾ ജനറലി n വരെ വരാം. എന്നിന് ഞാനിവിടെ ഒരു 3 എന്ന് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഫോർവേഡ് ഡിഫറൻസുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഡെൽറ്റ വൈ അല്ലെ ഡെൽറ്റ എഫ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ കിട്ടുക, y1 മൈനസ് y0 ആണ്. അപ്പോൾ ഈ y1ൽ നിന്നും y0 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. സോ യു ക്യാൻ യൂസ് കാൽക്കുലേറ്റർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആണ്. അപ്പോൾ y1ൽ നിന്നും y0 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ വിളിക്കുന്നത് ഡെൽറ്റ y0 എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ് y1 മൈനസ് y0. ഓൾറൈറ്റ്. അതുപോലെ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് നത്തിങ് ബട്ട് ഡെൽറ്റ y1 ആണ്. അപ്പോൾ ഡെൽറ്റ y1 ആണ് എന്ത് ചെയ്താൽ മതി, y2ൽ നിന്ന് y1 സബ്ട്രാക്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ. അതുപോലെ ഡെൽറ്റ y2 എന്ന് പറയുന്നതായിരിക്കും ഈ പൊസിഷൻ, and that is obtained by subtracting y2 from y3. So y3 minus y2 is delta y2. അപ്പോൾ ഈ മൂന്ന് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻസുകൾ എന്ന് പറയാം. ഇനി ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് സെക്കൻഡ് കോളത്തിൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻസുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ കുറച്ചാൽ മതി, ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡെൽറ്റ സ്ക്വയർ y0 എന്ന് വിളിക്കും. സബ്ട്രാക്ട് ചെയ്യുന്ന എപ്പോഴും താഴത്തേത്തിൽ നിന്ന് മുകളിലത്തെ സബ്ട്രാക്ട് ചെയ്താൽ മതിയോ. ഓക്കെ, ഇനി ഇവിടെ ഡെൽറ്റ y2 മൈനസ് ഡെൽറ്റ y1 ആണ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ഡെൽറ്റ സ്ക്വയർ y1 എന്ന് വിളിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു ഡിഫറൻസ് കൂടെ കണ്ടുപിടിക്കാം. ഡെൽറ്റ ക്യൂബ് y എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഡെൽറ്റ സ്ക്വയർ y1 മൈനസ് ഡെൽറ്റ സ്ക്വയർ y0 ആണ്. ആൻഡ് വൈ ഡിനോട്ട് ദാറ്റ് ആസ് ഡെൽറ്റ സ്ക്വയർ ഡെൽറ്റ ക്യൂബ് y0 എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ എഴുതുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എഴുതുമ്പോൾ രണ്ട് വാല്യൂസിൻ്റെ നടുക്കായിട്ട് വേണം ഇത് എഴുതാൻ. ഓക്കെ, എക്സാക്ട്ലി ഇൻ ബിറ്റ്വീൻ ദീസ് ടു വാല്യൂസ്. ഓക്കെ, ഇങ്ങനെ കിട്ടും. അപ്പോൾ y1ൻ്റെയും y2ൻ്റെയും മിഡിൽ പോർഷനിൽ വേണം ഡെൽറ്റ y1 എഴുതാൻ. അതുപോലെ y2 ആൻഡ് y3 മിഡിൽ പോർഷനിൽ ഡെൽറ്റ y2 എഴുതാം. ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ എല്ലാം മിഡിൽ പോർഷനിൽ വേണം ഇതിങ്ങനെ എഴുതാൻ. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടാൻ പോകുന്നത് ഇറ്റ്സ് ലൈക്ക് എ ട്രയാങ്കുലർ ഷേപ്പ് ടേബിൾ. ഇങ്ങനെ കുറേ വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുക. റൈറ്റ്, ഇങ്ങനെ കുറേ വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ടേബിൾ വെച്ചിട്ട് നമ്മളൊരു പുതിയ ഫോർമുല കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല, ഇന്റർപോളേഷന് വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല എന്നാണ് നമ്മളതിനെ പറയാം. നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഇത്രയും വാല്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ ഫസ്റ്റ് കോളത്തിലുള്ള ഇത്രയും വാല്യൂസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതായത് y0, ഡെൽറ്റ y0, ഡെൽറ്റ സ്ക്വയർ y0, ഡെൽറ്റ ക്യൂബ് y0. ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫോർമുല എഴുതുക. അപ്പോൾ ആ ഫോർമുലയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ടാവും. എക്സും വൈയും എന്ന് പറയുന്ന ഒരു ടാബുലേറ്റഡ് പോയിന്റ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യേണ്ട ഡിഫറൻസ് ടേബിൾ ആണ്. അപ്പോൾ ഈ ടേബിളിൽ നിന്നും നമുക്ക് മോഡിൽ കുറേ വാല്യൂസ്, ഈ മോഡിൽ വരുന്ന ഈ വാല്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ആ ഫോർമുല എഴുതുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയാം. പിന്നെ ഇപ്പോൾ നമുക്ക് എന്താണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്ന് നോക്കാം. Okay, here we go. So let x0, y0, etc. xn, yn be n plus 1 tabulated points of y is equal to f of x, and xn is equal to nth term is equal to x0 plus n times h ആണ്. എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂസ് ഒക്കെ ഈക്വലി സ്പേസ്ഡ് ആണ് എന്ന് വിചാരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ പറയുന്നത് ലെറ്റ് r is equal to, we define a point r where r is equal to x minus x0 divided by h. ഇങ്ങനെ ഒരു വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വിചാരിക്കുക. x minus x0 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യാം, ആർ എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂവിലെ വൈ വാല്യൂ ആണ് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പോയിന്റ്. ഈ എക്സ് എന്ന് പറയുന്നത് x0 എക്സെട്ര എക്സനിലുള്ള പോയിന്റുകളല്ല, പകരം ഇതിനിടയ്ക്കുള്ള ഏതോ ഒരു പോയിന്റ് ആണ്, ഒരു ആർബിട്രറി പോയിന്റ് ആണ് എക്സ്. അപ്പോൾ അതിന്റെ വൈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് x0 നമുക്കറിയാം, h എന്ന് നമുക്കറിയാം. അപ്പോൾ x മൈനസ് x0 ബൈ h എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ r എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ദെൻ so let r is equal to x minus x0 by h. Then the function value y അല്ലെങ്കിൽ f of x is equal to, and this is the formula, y0 plus r times delta y0 plus r times r minus 1 by 2 factorial delta square y0 plus r times r minus 1 times r minus 2 by 3 factorial times delta cube y0
plus etc. and so on. ഇതിങ്ങനെ പോകും. ഓൾറൈറ്റ്, ഇതാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്ന് നമ്മൾ പറയും. ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല. ഓക്കെ, അപ്പോൾ ഇത് x0, y0, എക്സെട്ര xn yn എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ടാബുലേറ്റഡ് പോയിന്റ്സ്, ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള ടാബുലേറ്റഡ് പോയിന്റ്സ് എന്ന് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു ആർബിട്രറി എക്സിന്റെ കറസ്പോണ്ടിങ് y വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ഒരു ടേബിൾ കണ്ടുപിടിക്കുക. ഇതുപോലെ ഒരു ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിന്റെ മുകളിൽ കിടക്കുന്ന വാല്യൂസ് y0, ഡെൽറ്റ y0, ഡെൽറ്റ സ്ക്വയർ y0, ഡെൽ ക്യൂബ് y0 ആണ്. അപ്പോൾ ആ വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫോർമുല എഴുതിയിരിക്കുന്നത്. സി y0 പ്ലസ് r ടൈംസ്, r എന്ന് പറയുന്നത് x മൈനസ് x0 ബൈ h ആണ്. അപ്പോൾ r ആദ്യം കണ്ടുപിടിക്കുക. സോ y0 നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടി, x മൈനസ് x0 ബൈ h അതാണ് r ന്റെ വാല്യൂ, r കണ്ടുപിടിച്ചു. ഡെൽറ്റ y0 ടേബിളിൽ നിന്ന് കിട്ടും, r minus 1 by 2 factorial കണ്ടുപിടിക്കാം. ഡെൽറ്റ സ്ക്വയർ y0 again it's obtained from table, then this can be calculated, and r cube y0 is again obtained from table. അപ്പോൾ ഇതാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന എക്സ് എന്ന് പറയുന്നത്, ഈ ഫോർമുലയുടെ എറർ ഏറ്റവും കുറവായിരിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഈ എക്സിന്റെ വാല്യൂ x0 അടുത്ത് നിൽക്കുമ്പോഴാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ടേബിൾ സെറ്റ് ഓഫ് വാല്യൂസിന്റെ ആദ്യ ഭാഗത്തുള്ള വാല്യൂ ആണ് എക്സ് എങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇഫ് എക്സ് ഇസ് നിയർ ടു x0, use Newton's forward interpolation formula. Alright, okay, so remember this as a note. Alright, അപ്പോൾ ഇതാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്ന് പറയും. ഓക്കെ, alright, next is backward differences and Newton's backward difference formula. അപ്പോൾ ഫസ്റ്റ് എന്താണ് ബാക്ക്വേർഡ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബാക്ക്വേർഡ് ഡിഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ x0, y0, x1, y1, എക്സെട്ര xn, yn എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് n+1 ടാബുലേറ്റഡ് പോയിന്റ്സ് ആണ് വിചാരിക്കും. ആൻഡ് വി ഡിഫൈൻ ദ ബാക്ക്വേർഡ് ഡിഫറൻസ് ആസ് ഡെൽ, നോട്ട് ഡെൽറ്റ, ഡെൽ ഇങ്ങനെ എഴുതുക. ട്രയാങ്കിൾ നമ്മൾ തിരിച്ചിട്ട പോലെ ഇരിക്കും. ഡെൽ yi is defined as yi minus yi minus 1. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഏത് പോയിന്റിലാണോ നിൽക്കുക ആ പോയിന്റിൽ നിന്നും അതിന് തൊട്ട് മുമ്പുള്ള പോയിന്റ് കുറയ്ക്കും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, ഏത് പോയിന്റ് ആണോ ആ പോയിന്റ് തൊട്ട് ശേഷമുള്ള വാല്യൂവിൽ നിന്ന് ആ വാല്യൂ കുറയ്ക്കുമായിരുന്നു ഫോർവേഡ് ഡിഫറൻസ്. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഡെൽറ്റ yi മീൻസ് yi മൈനസ് ഇറ്റ്സ് പ്രീവിയസ് പോയിന്റ് yi minus 1. എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെൽ y0 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ബട്ട് യു ക്യാൻ ഫൈൻഡ് ഡെൽ y1 and that is y1 minus y0. For example, similarly del y2 is y2 minus y1 and so on, and you can find del yn. Del yn is yn minus 1. ഇത്ര നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ ഇതെല്ലാം ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസുകളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഇതെല്ലാം ഫസ്റ്റ് ഓർഡർ ബാക്ക്വേർഡ് ഡിഫറൻസസ് ആണ്. ഇനി ഈ ഡിഫറൻസുകൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഡിഫറൻസുകൾ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ fi or del square yi is equal to del yi minus del yi minus 1. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അതുപോലെ ഇതിൻ്റെ തേർഡ് ഓർഡർ അതുപോലെ ഹയർ ഓർഡർ ഡിഫറൻസുകൾ, ബാക്ക്വേർഡ് ഡിഫറൻസുകളെല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡെൽ ക്യൂബ് yi is equal to del square yi minus del square yi minus 1. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ എല്ലാ ഹയർ ഓർഡർ ഡിഫറൻസുകളും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസുകളാണ് നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസുകൾ എന്ന് പറയും. ഇനി ഈ ഡിഫറൻസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ടേബിൾ കണ്ടുപിടിക്കണം, ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ. ഓക്കെ, ഹിയർ വി ഗോ. സോ എക്സിന്റെ വാല്യൂസ് നമുക്കറിയാവുന്ന x0, y0 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവും, x1, y1 ഉണ്ടാവും, x2, y2 ഉണ്ടാവും, x3, y3 ഉണ്ടാവും. ഓക്കെ, സോ ഫോർ ദി ടൈം ബീയിങ് ഐ ടേക്ക് ഓൺലി ദീസ് 4 പോയിന്റ്സ്, x0, y0, x1, y1, x2, y2 and x3, y3. And what is del y? Del y means that is
ആക്ച്വലി ഇത് നമ്മൾ എഴുതുന്നത് ഇത് തന്നെയാണ്. ആക്ച്വലി ഈ സബ്ട്രാക്ഷനും സെയിം തന്നെയാണ്. ആക്ച്വലി ഇവിടെ നമ്മൾ ചെയ്യുന്നത് y1 മൈനസ് y0 തന്നെയാണ്, പക്ഷെ നൊട്ടേഷൻ ഇസ് ഡിഫറെൻറ്റ്. ഈ y1 ഫോർവേഡ് കേസിൽ നമ്മൾ y1 മൈനസ് y0 കണ്ടുപിട്ട് എഴുതുമായിരുന്നു, പക്ഷെ അതിനെ നമ്മൾ വിളിച്ചത് ഡെൽറ്റ y0 എന്നാണ്. ആൻഡ് ഹിയർ വി കോൾ ഇറ്റ് എസ് del y1, ആൻഡ് ദാറ്റ്സ് എ ഡിഫറൻസ്. ആക്ച്വലി യു ആർ ഫൈൻഡിങ് ദ സെയിം ടേബിൾ, ബട്ട് ദ വാല്യൂസ് വിൽ ബി ഡിഫറെൻറ്റ്. നമ്മൾ എടുക്കുന്ന വാല്യൂസ് ആണ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് del y1 ആണ്. ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് del y2 ആയിരിക്കും. ഇത് del y3 ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് വരുമ്പോൾ അഗെയിൻ സബ്ട്രാക്ട് ചെയ്യുന്നത് ഇത് തന്നെ ആയിരിക്കും. del y2 മൈനസ് del y1 സബ്ട്രാക്ട് ചെയ്യുക, ആൻഡ് യു വിൽ ഗെറ്റ് del square y2. Okay, and del y3 minus del y2 subtract here, and you will get del square y3, and finally you will get del cube y3. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഇൻഡെക്സുകൾ ഇതാണ് സെയിം, y3 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 y3. നേരത്തെ നമ്മൾ y0 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 എന്നായിരുന്നു ഫോർവേഡിൽ. ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള ഈ സെറ്റ് ഓഫ് വാല്യൂസ് ആണ്. ഇതാണ് ബാക്ക്വേർഡ് ടേബിളിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വാല്യൂസ്. ഓക്കെ, xn yn, then del yn, del square yn, del cube yn and so on. ഫോർവേഡ് ഡിഫറൻസ് ആണെങ്കിൽ ഈ വാല്യൂസ് എടുക്കും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ യൂസിങ് ദീസ് വാല്യൂസ് വി ക്യാൻ കൺസ്ട്രക്ട് ദി ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിൾ. ഓക്കെ, ആൻഡ് ഹിയർ യു ഗോ, ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് കണ്ടീഷൻ ഇതാണ്, ലെറ്റ് ലൈക്ക് x0 y0 etc. xn yn be n plus 1 points of y is equal to f of x, such that here again all these x values are equally spaced. അപ്പോൾ xn എന്ന് പറയുന്നതിന് x0 plus n times h എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, now ഇവിടെ നമ്മളൊരു r വാല്യൂ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, r is equal to, but here we define it as x minus xn divided by h എന്നാണ്. ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോമിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് x മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ h ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തത് r is equal to x മൈനസ് xn divided by h എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. Now f of x is equal to, or f of x or is equal to y which is equal to, അപ്പോൾ നമ്മുടെ ഫോർമുല ഇതാണ്. ഓക്കെ, f of xn, and here is the formula, f of xn അല്ലെങ്കിൽ yn ൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ yn plus then r times del yn plus r times r plus 1 by 2 factorial del square yn plus r times r plus 1 times r plus 2 by 3 factorial del cube yn plus etc. ഇങ്ങനെയാണ് നമുക്ക് ഫോർമുല കിട്ടുക. ഓക്കെ, അപ്പോൾ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് പോർഷനിലുള്ള വാല്യൂസ് ആണ് എടുക്കുക. yn, then del yn, del square yn and so on. See, look at the table. We take yn, del yn, del square yn, del cube yn and so on. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂസ് എടുക്കുക. അതുപോലെ ആറിന്റെ വാല്യൂ എടുക്കുന്ന ഓൾവേസ് റിമെമ്പർ x മൈനസ് എക്സ് എൻ ബൈ എച്ച്. അപ്പോൾ യൂഷ്വലി നമുക്കിവിടെ കിട്ടുന്നത് എക്സ് എൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം ആണ്, എക്സ് എന്ന് പറയുന്നത് മുമ്പിലുള്ള വാല്യൂ ആയിരിക്കും. സോ യൂഷ്വലി യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് വാല്യൂ ഫോർ ആർ. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെയും ഒരു നോട്ട് ഇതാണ്, നമ്മൾ ഈ ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്യുന്നത് ഓക്കെ ഏത് കേസിലും യൂസ് ചെയ്യാം, പക്ഷെ എറർ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്, സോ ഇഫ് എക്സ് ഇസ് നിയർ ടു xn, അതായത് അവസാന ഭാഗത്തുള്ള വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ യൂസ് ബാക്ക്വേർഡ് ഫോർമുല. ഓക്കെ, അപ്പോൾ എറർ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു വാല്യൂന് തന്നെ നമുക്ക് ഫോർവേഡിലും ബാക്ക്വേർഡിലും കണ്ടുപിടിക്കാം. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിലുള്ളതാണെങ്കിൽ ബാക്ക്വേർഡിനകത്ത് എറർ കൂടുതലായിരിക്കും. അതേ വാല്യൂ നമുക്കൊരു ലാസ്റ്റ് പാർട്ടിലാണെങ്കിൽ ഒരുപക്ഷെ ഫോർവേഡിനായിരിക്കും എറർ കൂടുതൽ വരിക. ഓക്കെ, അപ്പോൾ അവസാന ഭാഗത്തെ വാല്യൂ ആണെങ്കിൽ യൂസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല. ആദ്യ ഭാഗത്തെ ഒരു വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ യൂസ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുലയും ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുലയും ആക്ച്വലി നമ്മൾ
രണ്ട് ഫോമുലയും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. ബട്ട് ആക്ച്വലി യു ആർ ക്രിയേറ്റിംഗ് ഓൺലി വൺ ടേബിൾ. ഒറ്റ ടേബിൾ തന്നെ നമ്മൾ കണ്ടുപിടിക്കുക. കാരണം ഇതിന്റെ കാൽക്കുലേഷൻ സെയിം ആണ്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അത് ഒരു ടേബിളിൽ തന്നെ ഫോർവേഡ് ഉപയോഗിക്കണമെങ്കിൽ ഈ മുകളിലത്തെ വാല്യൂസ് എടുക്കണം, ബാക്ക്വേർഡ് ഉപയോഗിക്കണമെങ്കിൽ ഈ ലാസ്റ്റത്തെ വാല്യൂ എടുക്കണം എന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ഓൾറൈറ്റ്, ഓക്കെ ഓക്കെ. ഇനി ഇതിന്റെ പ്രോബ്ലംസ് ആണ് വരുന്നത്. ഈ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന സെഷൻ അടുത്ത സെഷനായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഓക്കെ, സോ ഈ സെഷനകത്ത് ഇതിന്റെ കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, രണ്ട് ഫോർമുലാസും കൃത്യമായിട്ട് അറിയിക്കുക, ആർ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും അറിഞ്ഞിരിക്കുക. Okay, so that's it. So let's I think we can wind up the session. Okay, bye.